ഹജ്ജ് തീർത്ഥാടകരുടെ നീക്കം സുഗമമാക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളുമായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. തീർത്ഥാടകരെ ഗ്രൂപ്പുകളായി തിരിച്ചും കർമ്മങ്ങൾക്ക് സമയം നിശ്ചയിച്ചും യാത്രാസമയങ്ങളിൽ കൃത്യത വരുത്തിയും തിരക്ക് നിയന്ത്രിക്കാനാണ് പുതിയ പദ്ധതി. നിയമലംഘനം നടത്തുന്ന ട്രാൻസ്പോർട്ട് കമ്പനികൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനായി വിപുലമായ കർമ്മ പദ്ധതിയാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തീർത്ഥാടകരെ ഗ്രൂപ്പുകളായി തിരിക്കും. 188 തീർത്ഥാടകർ വീതമുള്ള 5 ബാച്ചുകളെ ഒരു ഗ്രൂപ്പായി മാറ്റും. അതായത് ഒരു ഗ്രൂപ്പിൽ പരമാവധി 940 പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ അനുവാദമുള്ളൂ. ഈ ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിനായി പ്രത്യേക ഫീൽഡ് ഉദ്യോഗസ്ഥരെ മന്ത്രാലയം ചുമതലപ്പെടുത്തി. കർമ്മങ്ങൾ സുഗമമായി നിർവഹിക്കാൻ ഈ ഗ്രൂപ്പ് സംവിധാനം പ്രയോജനപ്പെടും. ഗതാഗത മേഖലയിലെ നിബന്ധനകളാണ് മറ്റൊരു മാറ്റം. മക്കയിൽ നിന്ന് ജിദ്ദ വിമാനത്താവളത്തിലേക്കുള്ള യാത്രകൾ വിമാനം പുറപ്പെടുന്നതിന് 9 മണിക്കൂർ മുമ്പ് ആരംഭിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കും. രാത്രി 11 മണി മുതൽ പുലർച്ചെ 7 മണി വരെയുള്ള സമയങ്ങളിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തീർത്ഥാടകരുമായി ബസ് സർവീസ് നടത്തുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. മീനായിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി 50% തീർത്ഥാടകരെ ദുൽഹജ്ജ് 13 വരെ അവിടെ തന്നെ താമസിപ്പിക്കാൻ കമ്പനികൾ നടപടി സ്വീകരിക്കണം. ഹറമൈൻ ട്രെയിൻ സ്റ്റേഷനുകളിലേക്കുള്ള യാത്രയിൽ 1 മണിക്കൂറിൽ കൂടുതൽ വൈകുന്നത് ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കും. ബസ്സുകളിൽ നിർബന്ധമായും ഗൈഡുമാരും ഫീൽഡ് സൂപ്പർവൈസർമാരും ഉണ്ടായിരിക്കണം. ജംറകളിലെ കല്ലേർ കർമ്മത്തിനും മശായിർ ട്രെയിൻ സ്റ്റേഷനുകളിലേക്കും നിശ്ചയിച്ചിട്ടുള്ള സമയക്രമം കർശനമായി പാലിക്കണമെന്നും നിയമങ്ങൾ ലംഘിക്കുന്ന ഏജൻസികൾക്കെതിരെ കടുത്ത പിഴയും നിയമ നടപടിയും ഉണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.